നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ട ഒരു കളിയാണ് ഈ കടന്നു പോയിരിക്കുന്നത് എന്ന് പറയുന്നു ലയണൽ സ്കലോനി. അർജന്റീന ഐസ്ലൻഡുമായിട്ട് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവരുടെ അവസാനത്തെ സന്നാഹ മത്സരം കളിച്ച് ജയിച്ച ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് സ്കലോനി പറയുന്നത് സംശയങ്ങൾ കുറച്ചുണ്ടായിരുന്നു, ചെറിയ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയറായി. ഇപ്പം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്, ഐഡിയ ഉണ്ട്. അപ്പോൾ ബലേഡിക്ക് പകരം ആരാണ് എന്നുള്ളത് മേ ബി 1-2 ദിവസത്തിനിടക്ക് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 ഓപ്ഷൻസ് മുന്നിലുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ന് പറയാമെന്നാണ്, പക്ഷേ അതിപ്പോൾ അദ്ദേഹം അങ്ങ് നീട്ടുകയാണ്. പക്ഷേ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അർജൻറ്റീന ആരാധകർക്ക് ഹാപ്പി ആവാകുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ലിയാൻഡ്രോ പെരേഡസും ഗോൺസാലോ മൊണ്ടിയിലും ടീമിനോടൊപ്പം തുടരും. അവർക്ക് പ്രശ്നങ്ങൾ, അവരുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇതാ മുക്തമാവുന്നു. സോ അതിൽ ആശങ്ക വേണ്ട എന്ന് തന്നെ കോച്ച് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്കൊന്ന് പോകാം. ബലേഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഞാൻ നാളെ പറയാമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നോ? അങ്ങനെയെങ്കിൽ ഒരു ദിവസം കൂടി ഒരു പക്ഷേ ഞാൻ എടുത്തേക്കും പുതിയ താരം ആരാണെന്ന്, പകരക്കാരൻ ആരാണെന്ന് പറയാൻ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്, പക്ഷേ 1-2 ദിവസം കൂടി എടുക്കുകയാണ് ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു കളിയുണ്ടല്ലോ, ഇന്നത്തെ കളി, അത് ഇന്ന് നടത്തിയ ഈ ടെസ്റ്റുകൾ, അത് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങളെ ദൂരീകരിച്ചിരിക്കുന്നു. ഇനി എന്താണ് ടീമിന് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആ സംശയങ്ങൾക്ക് ഉത്തരമായിട്ടുണ്ട് എന്നാണ് ഇന്ന് അലബാമയിൽ കളിക്ക് ശേഷം ലയണൽ സ്കലോനി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് താരങ്ങളുടെ കാര്യം അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. ബലേഡിയുടെ കാര്യത്തിൽ 2 ഓപ്ഷൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ TYC സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ് ഗാസ്നഡൂല് പറയുന്നത് ഫ്രണ്ട് റണ്ണർ ഗോയിഡോ റോഡ്രിഗസ് തന്നെയാണ് എന്നാണ്. മറ്റു താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നിക്കോബാസ് കളിക്കുകയുണ്ടായി. നിക്കോബാസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, നിക്കോ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഓൾറെഡി അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ മികവ് കാണിക്കണം എന്നുള്ള ആ ഒരു ആവേശമുണ്ട്. എന്തായാലും അദ്ദേഹം ഓക്കെയാണ്, പ്രശ്നങ്ങളില്ല, ഇന്നത് വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന് കോച്ച് പറയുന്നു. അതുപോലെ പരേഡസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ദർ ഈസ് നോ നീഡ് ടു വെയിറ്റ് ഫോർ ലിയാൻഡ്രോ, കാരണം ഹീസ് ഫൈൻ. അദ്ദേഹത്തെ നമ്മളെന്തായാലും റഷ് ചെയ്യാൻ പോകുന്നില്ല, സമയമെടുത്ത് തന്നെ അദ്ദേഹം തിരികെ വരും. പ്രോബബ്ലി അടുത്ത ഈ ഒരു വീക്കെൻഡോടുകൂടി അദ്ദേഹം ടീമിനോടൊപ്പം തന്നെ ട്രെയിനിങ് നടത്തും. അതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ടീമിനോടൊപ്പം എന്തായാലും അദ്ദേഹം ഉണ്ടാവും, അത് ഫോർ ഷുവർ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഗോൺസാലോ മൊണ്ടിലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ടീമിനോടൊപ്പം ഉണ്ടാവും. വി സോ ഹിം ഡൂയിങ് വെൽ. അപ്പം കൂടുതൽ കളിക്കണം എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും മൊണ്ടിലിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്, അദ്ദേഹവും ടീമിനോടൊപ്പം തുടരും എന്നുള്ള കാര്യം ഇപ്പോൾ കോച്ച് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീന ടീമിലെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറി മാറി വരികയാണ്. ആകെയുള്ളത് ബലേഡിയുടെ പരിക്ക്, അദ്ദേഹം റൂൾഡ് ഔട്ട് ആകുന്നു. പകരം ഒരു താരത്തെ പ്രഖ്യാപിക്കണം. അത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ടുണ്ടാകും എന്ന് കോച്ച് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഇന്ന് നടന്ന ഐസ്ലൻഡുമായിട്ടുള്ള മത്സരം കുറേ സംശയങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. ടീമിന് ഇനി എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതനുസരിച്ചായിരിക്കും എന്തായാലും ഇപ്പോൾ ഒരു പുതിയ താരത്തെ പ്രഖ്യാപിക്കുക. അർജന്റീൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന സൂചന അനുസരിച്ച് ഡിഫൻസിലേക്കായിരിക്കില്ല ആ താരത്തെ കൊണ്ടുവരിക, മധ്യനിരയിലേക്കാവാം. പ്രത്യേകിച്ച് നിക്കോബാസിൻ്റെ ഫിസിക്കലായിട്ടുള്ള അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഗെയിം റിതം തിരിച്ചു പിടിക്കാനുള്ള സമയത്തിൻ്റെ കുറവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു മധ്യനിര താരത്തെ ഉൾപ്പെടുത്താനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.